രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് പത്തനംതിട്ടയിലേക്ക് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. പ്രമാടത്ത് നിന്ന് കാർ മാർഗം പമ്പയിലേക്ക് എത്തും. പമ്പ ഗണപതി കോവിലിൽ നിന്ന് കെട്ടിനിറച്ച ശേഷം ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പോകും. 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കും. 11:50 സന്നിധാനത്തെത്തുന്ന വിധത്തിലാണ് യാത്ര ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൊടിമര ചുവട്ടിൽ തന്ത്രി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. ശബരിമലയും പരിസര പ്രദേശങ്ങളും അതീവ സുരക്ഷയിലാണ്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, രാവിലെ തന്നെ രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിച്ചു. 9 മണിക്ക് മുൻപ് തന്നെ പ്രമാണത്ത് എത്തിച്ചേരും. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ പ്രമാണത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിലയ്ക്കലിലെത്തി അവിടെ നിന്ന് പമ്പയിലെത്തി പമ്പയിൽ നിന്ന് ഗണപതി കോവിലിലെത്തി കെട്ടിനിറച്ചതിന് ശേഷമായിരിക്കും യാത്ര പുറപ്പെടുക. 11:50 തന്നെ സന്നിധാനത്തെത്തുന്ന വിധത്തിലാണോ ക്രമീകരണം, ഹരി? അരുൺ, സമയക്രമീകരണങ്ങളിൽ പൂർണ്ണമായും മാറ്റം വന്നതുകൊണ്ടുകൂടിയാണ് ഇന്നിപ്പോൾ രാവിലെ 7:25 രാജ്ഭവനിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുറപ്പെട്ടത്. രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി നേരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രപതി എത്തുകയും ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നിലവിൽ തിരിക്കുകയും ചെയ്തത്. കാലാവസ്ഥ മോശമായാൽ നിലയ്ക്കൽ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നതിന് പകരം പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ വേണ്ടി നേരത്തെ തന്നെ തീരുമാനമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ക്രമീകരണങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ മാറ്റമുണ്ടാകുന്നത്. അവിടെ നിന്ന് കാറിൽ പമ്പയിലെത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ രാഷ്ട്രപതിയെ സ്വീകരിക്കുക. തുടർന്ന് കാറിൽ പമ്പയിലെത്തുകയും അവിടെ നിന്ന് പ്രത്യേക ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്ത് എത്താനാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സമയക്രമീകരണങ്ങളിലൊക്കെ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 12:20-നും 1-നും ഇടയിലാണ് സന്നിധാനത്ത് ദർശനം നടത്താനും ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രപതിക്കൊപ്പം ഗവർണർ ഉണ്ടാവും, ഗവർണറുടെ ഭാര്യയും ഉണ്ടാകും എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർന്ന് ദേവസ്വം ബോർഡിന്റെ കോംപ്ലക്സിലാണ് വിശ്രമം. അവിടെ നിന്ന് രാഷ്ട്രപതിയുടെ ഭക്ഷണമടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് വിനോദസഞ്ചാര വകുപ്പാണ്. അവിടെ നിന്ന് 3 മണിക്ക് സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് തിരിക്കും. 3:30 പമ്പയിൽ എന്നുള്ളതാണ് കരുതുന്നത്. 4:10 നിലയ്ക്കൽ ഹെലിപ്പാഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുമെത്തും. ഇവിടെ അതിനുശേഷം മറ്റു പരിപാടികൾ കൂടിയുണ്ട്. 24-നാണ് രാഷ്ട്രപതി തിരിച്ചു പോകുന്നത്. അതിനു മുമ്പ് മറ്റു പരിപാടികൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ദിവസം കൂടി, അതായത് 23-നല്ല 24-നെ തിരിച്ചു പോവുകയുള്ളൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ കാര്യത്തിലൊരു സമയക്രമീകരണങ്ങളിലൊക്കെ തന്നെ മാറ്റമുണ്ടായി, ഷെഡ്യൂളിലടക്കം മാറ്റമുണ്ടായിരുന്നു. എന്തായാലും രാഷ്ട്രപതി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നേരെ പ്രമാടത്താണ് ഇറങ്ങുക.